അസ്സലാമലൈക്കും. ന്യൂജൻ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു മോഡല്, അടിപൊളി മോഡല് കുർത്തി ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഒരു അതുപോലെ ഒരു പീസൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡല് കുർത്തി ടോപ്പാണ്. നല്ല തടിയുള്ള ഒരാളുടെ മെഷർമെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഡമ്മിക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3.5 മീറ്റർ റയോൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്രിൻറ്റഡ് വരുന്ന റയോൺ ക്ലോത്താണ്. 44 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണിത്. ഇതിന് റേറ്റ് 140 രൂപയാണ്. ഒരു മീറ്ററിന് 140 രൂപയാണ് റേറ്റ്. അപ്പോൾ ഞാനിത് ഒരു 3.5 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നല്ല തടിയുള്ള ഒരാളുടെ അളവാണ് കേട്ടോ അത് ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു പീസ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 മീറ്റർ റയോൺ മെറ്റീരിയലാണിത്. ഇതിൻ്റെ ഈ ഒരു ക്ലോത്തിൽ കണ്ടോ, ഈ ഒരു പിങ്കിന് മാച്ച് ആവുന്ന രീതിയിലാണ് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 100 രൂപ എന്തുവാണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഇത് എനിക്ക് കട്ട് പീസിൽ 3/4 മീറ്ററിലധികം ക്ലോത്ത് ഉണ്ട്. ഇതിൽ 40 രൂപയ്ക്ക് എനിക്കൊരു ബിറ്റ് കിട്ടി കേട്ടോ. ഇത് 40 രൂപയ്ക്ക് എനിക്ക് കിട്ടിയതാണ്. നല്ല ക്ലോത്താണ്, ഇത് റയോൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമുക്കിതിൻ്റെ എങ്ങനെ മാർക്ക് ചെയ്യാനും കൂടി നോക്കാം. ഈ ഒരു ക്ലോത്തിനെ ഞാൻ ഇതുപോലെ 4 മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഓപ്പൺ സൈഡ് ഈ ഒരു കണ്ടോ, നമ്മുടെ ഓപ്പൺ സൈഡ് ഇതുപോലെ നമ്മൾ നിൽക്കുന്ന സൈഡിക്ക് ക്ലോസ് ആയിട്ടുള്ള ഭാഗവും ഓപ്പൺ സൈഡ് നേരെ ഓപ്പോസിറ്റ് വരുന്ന പോലെ ഞാൻ ഈ ക്ലോത്തിനെ 4 നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത്ത് ഞാൻ ഫുൾ ലെങ്ത്ത് 54 ഇഞ്ചാണ്. ഞാൻ നല്ല ഫുൾ ലെങ്ത്ത് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതുപോലെ 54 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഷോൾഡർ 15 ഇഞ്ചാണ്. അതിൻ്റെ പാതി 15 ഇഞ്ചിൻ്റെ പാതി 7.5 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്തത് കൈക്കുഴിൻ്റെ അളവാണ്. ഞാൻ കൈക്കുഴിയും നമ്മൾ ഷോൾഡർ എത്രയാണോ എടുത്തത് സെയിം അതേ തന്നെയാണ് ഞാൻ കൈക്കുഴിയും 7.5 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗവും 7.5 ഇഞ്ച് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ലൈൻ ഇടുമ്പോൾ അത് ചെരിഞ്ഞു പോയി പോലെ നമ്മുടെ അളവിൽ വ്യത്യാസം വരും. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ചെസ്റ്റ് അളവാണ്. 48 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 12 കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് 14 ഇഞ്ച് ചെസ്റ്റ് അളവ് എടുക്കുന്നുണ്ട്. അതുപോലെ ചെസ്റ്റ് അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ കിട്ടി അതിൽ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് 48ൻ്റെ 4 ഭാഗം 12 പ്ലസ് 2 ചേർത്തിട്ട് 14 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ഷേപ്പ് ലെങ്ത്ത് 14 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. മേലെ നിന്ന് ടേപ്പ് വെച്ച് താഴത്തോട്ട് 14 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഹിപ്പ് ലൈന് 4 ഇഞ്ച് 14 എവിടെയാണ് കിട്ടി അതിന് നേരെ താഴത്തേക്ക് 4 ഇഞ്ചും കൂടി ചേർത്തിട്ട് 18 ഇഞ്ച് ഹിപ്പ് ലൈന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നമ്മളെടുത്തത് എത്രയാണ്? 14 ഇഞ്ച്. 14ൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 13 ഇഞ്ച് നമ്മുടെ ഷേപ്പ് ലെങ്ത്തിൻ്റെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഹിപ്പ് ലൈനിൻ്റെ ഇവിടെ നമ്മൾ എത്രയാണ് എടുത്തത്? 14 ഇഞ്ച്. ഇവിടെ 13 ഇഞ്ച്. ഇവിടെ 1 ഇഞ്ച് പ്ലസ് ചെയ്തിട്ട് 15 ഇഞ്ചാണ് നമ്മുടെ ഹിപ്പ് ലൈനിൻ്റെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ 14ൽ കൂടെ പ്ലസ് 1 ഇഞ്ച് ചേർത്തിട്ട് 15 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ പോയിൻ്റൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ കൈക്കുഴീൻ്റെ ഷേപ്പൊക്കെ വരച്ച ശേഷം നമുക്ക് താഴത്തോട്ട് മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ടേപ്പ് വെച്ച ശേഷം 1.5 ഇഞ്ച് ഞാൻ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ഷോൾഡർ എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടുന്ന് നേരെ ഇതുപോലെ ഒന്ന് ബാക്ക് കൈക്കുഴി ഒന്ന് വരച്ചു കൊടുത്തു. ഞാൻ സാധാരണ ഫ്രണ്ട് കൈക്കുഴിയാണ് ആദ്യം വരക്കാറ്. ഇന്ന് ഞാൻ ബാക്ക് കൈക്കുഴിയാണ് ആദ്യം വരക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുണ്ടോ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇറക്കിയിട്ട് നല്ല കുഴിച്ച് തന്നെ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയും കൂടി ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ കൈക്കുഴി വരച്ചെടുത്തു. ഇനി അടുത്ത് നമുക്ക് നെക്ക് വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് നെക്കിൻ്റെ വീതി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതുപോലെ നെക്കിൻ്റെ താഴത്തേക്കുള്ള ഇറക്കം 7.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ ഞാൻ 7.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെയും
നെക്കിൻ്റെ വീതി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതൊരു ബോക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് കണ്ടു, ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി വരച്ചെടുത്ത ശേഷം നമുക്കിതിൽ റൗണ്ട് നെക്കൊന്ന് വരച്ചു കൊടുക്കാം. ഒന്നുമില്ല, നമുക്ക് ഇതുപോലെ സ്കെയിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ റൗണ്ട് നെക്കൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഞാൻ അപ്പോൾ അതുപോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് റൗണ്ട് നെക്ക്, ഇത്തിരി വൈഡായിട്ടുള്ള റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. എന്താ പറഞ്ഞാൽ തടിയുള്ളവർക്ക് കുടുങ്ങി നിൽക്കണേം കാട്ടി ഇത്തിരിയും കൂടി വൈഡായിട്ടുള്ള നെക്ക് ഇടുമ്പോഴാണ് ഒരു കറക്റ്റായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ ഇടുങ്ങിയ പോലെ തോന്നും. അതിനാണ് ഞാൻ ഇത്തിരിയും കൂടി ഇങ്ങനെ വൈഡായിട്ടുള്ള ഒരു നെക്ക് വരച്ചെടുത്തത്. ഇനി അടുത്ത് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടെയും ഞാനിതുപോലെ ഒരു ബോക്സ് ഇട്ട് വരച്ചെടുത്ത്, എന്നിട്ട് ഈ ഒരു ഭാഗത്ത് അധികം വൈഡ് അല്ലാത്ത രീതിയിൽ തന്നെ ഞാനൊരു റൗണ്ട് നെക്കും വരച്ചു കൊടുത്തു കണ്ടോ. ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ ഒന്ന് ചെരിവ് കൊടുക്കണം. അതിനും വേണ്ടിയിട്ട് ഞാൻ 3/4 ഇഞ്ച് ഷോൾഡറിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ട് 3/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് തന്നെ ഇവിടെ ഇതുപോലെ ഒന്ന് ഷോൾഡർ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം കണ്ടോ. ഷോൾഡർ സ്ട്രോപ്പും നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ താഴത്തെ ഷേപ്പും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇതിൻ്റെ താഴത്തെ ഈ ബോട്ടം പാർട്ടിത്തെ ഷേപ്പും കൂടി ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുവരെയാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇതുപോലെ ഒരു എന്താണ് ഇവിടെ അങ്ങനെ തൂങ്ങി നിൽക്കാണ്ടിരിക്കാൻ നമുക്കൊരു കർവ് ഷേപ്പ് വരച്ചെടുക്കണം. അതിനും വേണ്ടിയിട്ട് ഞാൻ താഴത്തുനിന്ന് ഇതുപോലെ ടാപ്പ് വെച്ച ശേഷം ഒരു 5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തോട്ടുനിന്ന് മേലേക്ക് ഇതുപോലെ 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഞാൻ എല്ലാം നമ്മുടെ ഇതിലും ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ ഇതൊന്ന് വരച്ചെടുക്കണം കണ്ടോ. ഇതുപോലെ നമ്മൾ റൗണ്ട് ഷേപ്പ് ഒരു ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇവിടെ ഷേപ്പ് വരച്ച് നിർത്തി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുവരെ നമുക്ക് ഇതുപോലൊന്ന് ഇതിൻ്റെ ഈ തുണിൻ്റെ എത്രത്തോളം വീതി ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇതുപോലൊന്ന് വരച്ച് കണ്ടോ അവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു. ഇനി നമുക്ക് നമ്മൾ വരച്ച അതേ പോയിന്റ് നമ്മൾ വരച്ച് നിർത്തിയിട്ടുള്ള എല്ലാ പോയിന്റിൽ കൂടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നെക്ക് ചെറുതാണ്, അത് കട്ട് ചെയ്ത ശേഷം ബാക്ക് പാർട്ടിൽ നിന്ന് ബാക്ക് പാർട്ടിൽ നിന്ന് നെക്ക് ചെറുതാണ്, അതിന് ആദ്യം ബാക്കിൻ്റെ നെക്ക് വെട്ടിയ ശേഷം അതുപോലെ കൈക്കുഴി നെക്കും വെട്ടിയ ശേഷം ബാക്ക് പാർട്ട് എടുത്ത് മാറ്റിയ ശേഷം മാത്രമാണ് ഫ്രണ്ട് കൈക്കുഴിയും അതുപോലെ തന്നെ കഴുത്തും വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിൽ ഒരു ഡിസൈൻ വരച്ചെടുക്കാം. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഡിസൈൻ വരുന്നുണ്ടല്ലോ, അതൊന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ ടാപ്പ് വെച്ചിട്ട് നമ്മളുടെ ഷേപ്പ് ലെങ്ത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു 15 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 15 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്ത് 15 അല്ല ഒരു 16 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതെവിടെയാണ് ഞാൻ 16 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി നമ്മുടെ ഈ ഒരു കൈക്കുഴി കണ്ടോ, കൈക്കുഴിൻ്റെ നമ്മൾ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തില്ലേ, ഈ താഴെ നമ്മൾ മാർക്ക് ചെയ്ത് ഈ താഴെ ഇതുപോലെ ടാപ്പ് വെച്ച ശേഷം 2 ഇഞ്ച് ഒന്ന് മേലേക്ക് കയറ്റിയിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് പ്രിൻസസ് കട്ടിന് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിനൊന്ന് മാർക്ക് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ സെൻറ്ററിൽ കൂടെ കത്തി ഇട്ടിട്ട് സെൻറ്റർ ഈ ഒരു എൻ്റെ കൂടെ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായോ? നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ച് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നമ്മളിവിടെ എവിടെയാണോ 16 ഇഞ്ച് മാർക്ക് ചെയ്തത് അതിലോട്ട് ഇതുപോലെ ഒന്ന് ഒരുപാട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച ശേഷം നമ്മളിതിൻ്റെ നേരെ സെൻറ്ററിൽ കൊണ്ടുവരിക കണ്ടോ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, 2 പീസും പാടെ തമ്മിൽ കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് നിവർത്തി എടുത്ത ശേഷം കണ്ടോ ഈ സെൻറ്ററിൻ്റെ ഈ ഒരു ലൈൻ കണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ഒരു സെൻറ്ററിലത്തെ ലൈന് ഇതിലൂടെ വേണം കട്ട് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ 2ആയി മടക്കിയിട്ട ശേഷം 2 ഭാഗവും ഒരുപോലെ തമ്മിൽ വെട്ടിക്കഴിഞ്ഞാൽ എന്താവും, 2 പീസായിട്ട് പോകും. നമുക്ക് സെൻറ്ററിൽ ഇവിടെ വരുമ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് ഒറ്റൊരു പീസ് മതി. അത് കട്ട് ചെയ്യാനും കൂടി കാണിച്ചു കേട്ടോ. ഇതുപോലെ സെൻറ്ററിൻ്റെ ഈ ജോയിൻ്റ് കണ്ടോ, ഈ ലൈനിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വരച്ച അതുവരെ നമ്മൾ എവിടെയാണ് ഈ ലൈന് സെൻറ്ററിൽ കൂടെയാണ് ഞാൻ കട്ട് ചെയ്ത് വന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് മേലെ നിന്ന് താഴത്തോട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിൻ്റെ ഇവിടെയാണ് നമ്മൾ 16 ഇഞ്ച് വന്നത്. അതിന് കുറച്ച്
താഴത്തോട്ടായിട്ട് നമ്മൾ വരച്ച അതേപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ എന്താ റൗണ്ട് ഷേപ്പിലാണ് ഇത് പോണത്. അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇതിനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ 2 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആ ഒരു പീസ് കൊണ്ട് ജോയിൻറ്റ് ചെയ്ത് എടുക്കുന്നത്. കണ്ടോ? ആ ഒരു പിങ്ക് പീസ് ഇല്ലേ, അത് നമ്മുടെ ഈ ഒരു ഭാഗത്താണ് വരിക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പിങ്ക് കളർ പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മേലെ എന്നതുപോലെ ടേപ്പ് വെച്ച ശേഷം നമ്മളിതുപോലെ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് എത്തണ കണ്ടോ ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഈ സെൻറ്ററിൽ എത്തൂലേ. അപ്പം നമ്മളത് അറിയാത്തവർക്ക് ഇതുപോലെ ടാപ്പ് വെച്ച ശേഷം ഒരു 20 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. കണ്ടോ? ഇവിടെ എന്താ പറയുക നമ്മൾ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞു. നമ്മളിതെങ്ങനെ ഒരു ഗർവ് ഷേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്ററിൽ എത്താൻ പോകണം. ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് 20 ഇഞ്ച് മേലെന്ന് താഴത്തോട്ട് ടാപ്പ് വെക്കുമ്പോൾ ഒരു 20 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇവിടുന്ന് താഴത്തോട്ടാണ് ഈ പിങ്ക് പീസ് വെക്കുന്നത്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ താഴത്തോട്ട് മാത്രമാണ് നമ്മൾ ഈ പിങ്ക് പീസ് വെക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് താഴത്തോട്ടുള്ള ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ എവിടെയാണോ 20 ഇഞ്ച് കിട്ടി അവിടുന്ന് താഴത്തോട്ടുള്ള ലെങ്ത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 34 ഇഞ്ച് ലെങ്ത്താണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ വീതി, നമ്മൾ ഈ പീസ് വെക്കാനുള്ള വീതി ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമുക്കിതിനൊരു 1/4 മീറ്റർ ക്ലോത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇത് പിങ്ക് ക്ലോത്ത് 1/4 മീറ്റർ മാത്രം നമുക്ക് മതി. എന്താ വെച്ചാൽ നമ്മളിവിടെ 10 ഇഞ്ച് മാത്രമാണ് വീതി കൊടുക്കുന്നത്. ഒരുപാട് വീതി കൊടുത്താൽ നമുക്കിവിടെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കണ ഒരു ഫീൽ വരും. 10 ഇഞ്ച് തന്നെ ആവശ്യമില്ല, നമുക്കൊരു 8 ഇഞ്ചൊക്കെ കൊടുത്താലും മതി. ഒരുപാട് ക്ലോത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വിരിവ് കുട്ടികൾക്കാവുമ്പോൾ അത് കുഴപ്പമില്ല, വലിയവർക്കൊക്കെ ആകുമ്പോൾ അത് ഒരുപാട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കതൊരു ബോറായിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ ഒരു 10 അല്ലെങ്കിൽ ഒരു 8 ഇഞ്ച് മാത്രമാണ് ഇവിടെ വീതി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തും കൂടി മുറിച്ചെടുക്കാം. ഈ ഒരു പിങ്ക് ക്ലോത്ത് മുറിക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മളിതിനെ ഇപ്പം നമുക്ക് ഈ പിങ്ക് ക്ലോത്തിന് ഞാനിതുപോലെ 5 ഇഞ്ച് വീതി, നമ്മൾ 8 ഇഞ്ചാണ് എനിക്ക് ആവശ്യം. 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് എടുത്തേക്ക് 2 സൈഡിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിയിട്ട് 10 ഇഞ്ച് ക്ലോത്തിൻ്റെ വീതി ഞാൻ 10 ഇഞ്ച് ടോട്ടലായിട്ടുള്ള വീതി 10 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിന് 10 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നടു മടക്കി എടുത്തിട്ട് 2 ആക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് 2ആയി ഫോൾഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് 5 ഇഞ്ച് വീതിയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് 34 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത്. ഞാൻ എവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിയിട്ട് 36 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് കറക്റ്റ് ലെങ്ത്തിലെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അവസാനം വെട്ടിക്കളയാം. ഇതല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇതിൽ നമുക്ക് ഇതിലൂടെ ഒന്ന് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു പീസ് കണ്ടു ഇതുപോലെ നീളത്തിൽ 10 ഇഞ്ച് വീതിയിൽ തന്നെ ഞാൻ ഇതിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നതിൽ വേസ്റ്റ് അല്ല ബാക്കി ബാലൻസ് വന്നിട്ടുള്ള പീസിനെ ഇതുപോലെ 4 ആക്കിയിട്ട് തന്നെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് 4 ആക്കിയിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കൈ 4 പീസായി പോകും. ഇനി നമുക്ക് അടുത്തത് കൈയിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിയിട്ട് 19 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കൈയിൻ്റെ വീതി നമ്മൾ ബോഡി പാർട്ടിന് 14 ഇഞ്ചാണ് എടുത്തത്. അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 12 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ 19 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം 3.5 ഇഞ്ച് ഞാൻ അതുപോലൊന്ന് മാർക്ക് ചെയ്തു. ഇവിടുന്ന് താഴത്തോട്ട് 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കൈക്കുടീൻ്റെ ഈ റൗണ്ട് ഷേപ്പ് ഒന്ന് ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കാം. കണ്ടോ? ഇനി നമുക്ക് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് താഴത്തോട്ട് ഇറക്കിയിട്ട് ഇതുപോലൊന്ന് ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുടീൻ്റെ ഒരു കുഴിഞ്ഞ ഒരു ഷേപ്പും നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം കേട്ടോ. ഇനി അടുത്തത് കൈയിൻ്റെ താഴെ ഒരു 8.5 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞത് നല്ല തടിയുള്ള ആളുടെ മെഷർമെൻ്റാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇത്ര വീതിയിൽ നമ്മൾ എടുക്കുന്നത്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ 12 ഇഞ്ച് ഉണ്ടോയെന്ന് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കറക്റ്റ് 12 ഇഞ്ച് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ സ്റ്റീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഞാൻ ഇതിൽ ലൈനിങ് വെക്കണില്ല കേട്ടോ. ഈ ഒരു എന്താണ് നമ്മുടെ ഒരു കുർത്തിക്ക് ഞാൻ ലൈനിങ് വെക്കണില്ല. എന്താണ് ഇത് നല്ല റയോണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. നിലൊന്നും അടിക്കണില്ല. അതുകൊണ്ട് ഞാനിത് ലൈനിങ് ഇല്ലാണ്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോട്ട് പോവാം. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അങ്ങനെ ഒരു ഗർഭ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ല, ഒരു പ്രിൻസസ് കട്ട് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചെടുക്കും. ഒരേ രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച ശേഷം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടുന്ന് കണ്ടോ, ഈ ഒരു ഷോൾഡറിൽ നിന്ന് താഴത്തോട്ട് 20 ഇഞ്ച് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഇതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ് കണ്ടോ, ഇവിടെയാണ് നമ്മൾ 20 ഇഞ്ച് കിട്ടിയത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസിലും 20 ഇഞ്ച് നമുക്ക് എവിടെയാണോ ഈ ഒരു പാർട്ടിൽ കിട്ടി അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരേപോലെ വരുന്ന രീതിയിൽ ഇതൊന്നും ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയ ശേഷം ഈ ഒരു ഭാഗത്തേക്കും ആ 20 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതുപോലെയുള്ള ഒരു പിങ്ക് പീസിനെ എടുത്തിട്ട് കണ്ടോ, നമ്മൾ എവിടെയാണോ ഇതിനെ മാർക്ക് ചെയ്ത് ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അതിൻ്റെ ഒരു പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനെങ്ങനെ നിവർത്തി വെച്ച ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കണ്ടോ, 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ മേലത്തേക്ക് വിട്ട ശേഷം ഇതുപോലെ രണ്ടും ഒരേ രീതിയിൽ പിടിച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കിത് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതേപോലെ കണ്ടോ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട ശേഷം ഇതുപോലെ താഴെ വരെയും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. താഴെ കണ്ടോ ഒത്തിരി അധികം തന്നെ തയ്യൽ തുമ്പ് നിൽക്കുന്നുണ്ട്. നമുക്കിത് കറക്റ്റാക്കിയിട്ട് തയ്ച്ച ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതിനെ ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ഈ ഒരു പാർട്ടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു പീസിനെ കണ്ടോ, നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗമാണ് ഇതാ. അതെങ്ങനെയാണ് ഈ ഒരു ഭാഗം വരിക. അപ്പോൾ നമുക്കിതിനെ അടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഇതുപോലെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരേപോലെ വരുന്ന രീതിയിൽ വെക്കുക. ഇത് നല്ല ഭാഗമാണ്, ഇതും നല്ല ഭാഗമാണ്. രണ്ട് നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച ശേഷം ഇവിടെയും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഇവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട ശേഷം ഇതുപോലെ ഒന്ന് ഇവിടെ അല്ല കേട്ടോ, നമ്മളിവിടെ എന്താണ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ 1 ഇഞ്ച് വിട്ട ശേഷം ഇതുപോലെ ഒന്ന് രണ്ടും ഒരേ രീതിയിൽ വെച്ച ശേഷം നമുക്ക് താഴെ വരെയും ഈ ഒരു ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുണ്ടോ, ഞാൻ ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ താഴെ വരെയും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെയാണ് ഇപ്പോൾ ഇത് ഇരിക്കുക കണ്ടോ, ഇതുപോലെയാണ് ഇപ്പോൾ ഇതിരിക്കുക. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പിങ്ക് പീസിനെ ഈക്വലായിട്ട് രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് നടുമടക്കിയ ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വരുന്നതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു കട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക കണ്ടോ, ഇവിടെ ഒരു കട്ടായി. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഇതുപോലെ പിടിച്ച ശേഷം ഇതുപോലെ ഒന്ന് കണ്ടോ, ഇതിൻ്റെ സെൻറ്റർ പോലെ ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചു. ഇനി അടുത്തതിൻ്റെ നെക്സ്റ്റ് ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ ഈ കട്ട് കാണുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചു കണ്ടോ. രണ്ടും നമ്മൾ ഈക്വലായിട്ട് ഒരേപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചു. ഇനി നമുക്ക് ഈ 2 പീസിനെയും അതുപോലെ ഒന്ന് പിടിച്ചെടുക്കുക കണ്ടോ. ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഇത് 2 പീസിനും ഇങ്ങനെ ഒരുപോലെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം 1 ഇഞ്ച് ഗ്യാപ്പിന് നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ അടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ 2 ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ എങ്ങനെ അടിച്ചിട്ട് നോക്കൂ. ഇതുണ്ടോ, ഞാനിതുപോലെ പിടിച്ച ശേഷം ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് ഇത്ര ദൂരവും അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും കണ്ടോ, ഇതെങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗവും ഇത്ര ദൂരം നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെയാണ് നിൽക്കുക. ഇനി നമുക്ക് അടുത്തത് ഇതിനെ നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട ശേഷം അതുപോലെ നല്ല ഭാഗത്തേക്ക് നമ്മൾ മറിച്ചെടുത്തു. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു പീസിന് തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച ശേഷം ഇതേ ഒരു കണ്ടോ, നമ്മൾ ഈ കൈക്കുഴീൻ്റെ ഭാഗം ഈ ഒരു എൻഡിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. ഈ ഒരു അറ്റ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് വെച്ച് നോക്കണം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലോത്ത് ബാലൻസ് നിൽക്കും. അപ്പോൾ നമ്മൾ അടിച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം അടിക്കാൻ നിൽക്കുക കേട്ടോ. അതുപോലെ
ഒന്ന് വെച്ച് നോക്കാണ്ടോ. ഇത്രയും നമുക്ക് ബാലൻസ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ ഗർഭ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടോ ഒരു കുറച്ച് കയറി ഇറങ്ങി നിൽക്കും. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ അര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇതുവരെയും ഒന്ന് ഇവിടെ എത്തുമ്പോൾ കണ്ടോ ഇതിനൊന്ന് ഇതെങ്ങനെ പിടിച്ചിട്ട് കണ്ടോ ഇതെങ്ങനെ പിടിച്ചിട്ട് ഒരു ഇതെത്ര ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് കണ്ടോ അതേ ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ക്ലോത്തിന്, ഈ പിങ്ക് രണ്ട് ക്ലോത്തിന് ഒരേപോലെ രീതിയിൽ ഇത് അതുപോലെ ഒന്ന് ഒരേ ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ചെടുത്ത ശേഷം നമ്മൾ ഉള്ളിലുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റിച്ച് കാണുന്ന അതേ ഒരു ഭാഗമുണ്ട് കാണിച്ചു കേട്ടോ. അത് വേണ്ട ഈ ഒരു ഭാഗം തമ്മിൽ ഒരേപോലെ കണ്ടത് അതുപോലെ ഒരേപോലെ ഈ ഒരു പ്രിൻറ്റഡ് വരുന്ന ഭാഗങ്ങൾ മാത്രം ഒരേപോലെ നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക കണ്ടോ. അപ്പോൾ ഇതുവരെ ഒരുപോലെ നിന്ന് ഇനി നമുക്ക് ഈ ഒരു ഇത്ര ഭാഗം കൂടി ഒന്ന് അതേ രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ലോക്ക് ഇട്ടെടുക്കാം കേട്ടോ. അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ നോക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇതുപോലെ വന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ ഇത് വന്ന് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടെ മാത്രം ഇതങ്ങനെ ഫ്ലീറ്റ് കണ്ടോ ഇത് ക്ലോസ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കും ചെയ്യും. നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലൊക്കെ ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഈ തയ്ച്ചെടുത്തില്ലേ ഇതിലൊരു പതിച്ചടി കൊടുക്കണം. നമ്മൾ ഈ ഒരു സ്റ്റിച്ചിനെ ഇങ്ങനെ പിടിച്ച ശേഷം 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു പതിച്ചടിയും കൂടി നമുക്ക് കൊടുത്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ പതിച്ചടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. രണ്ട് നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഷോൾഡർ ഇതുപോലെ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ രണ്ട് ഷോൾഡറും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ഷോൾഡർ ഞാനിതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് പീസാണ് കേട്ടോ. 1.5 ഇഞ്ച് ഗ്യാപ്പിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അതുപോലെ രണ്ട് മടക്കൊന്നാക്കിയ ശേഷം ഞാൻ പിങ്ക് കളറാണ് കേട്ടോ കഴുത്തിൽ പൈപ്പിംഗ് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച ശേഷം കണ്ടോ ഇതുപോലെ വെച്ച ശേഷം 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിത് റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് ഇതൊരു പൈപ്പിംഗ് പോലെ കേട്ടോ ഞാൻ നെക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം മേലേക്ക് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ഒരു മടക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയ ശേഷം നമുക്ക് ഇതുണ്ടോ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ചാല് പോലെ നമ്മൾ ഈ ഒരു കറുപ്പ് ക്ലോത്ത് കാണുന്നുണ്ടോ ഇതിൻ്റെ മേലെ കൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ റൗണ്ടായിട്ടും നമുക്ക് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്ത് ഇതുപോലെ പതിച്ചടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൈപ്പിംഗ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കണ്ടോ ഇതുപോലെ തന്നെ ഞാൻ റൗണ്ടാക്കിയിട്ടും പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒരു റൗണ്ടായിട്ട് കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ രണ്ട് നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ കൈ റൗണ്ടായിട്ട് തന്നെ ഇതിൽ വെച്ച് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ വെക്കാനൊക്കെ അറിയാലോ എല്ലാവർക്കും, അതുകൊണ്ടാണ് ഞാനതിൽ കാട്ടാത്തത്. ഇതുപോലെ തന്നെ ഞാൻ കൈ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈയിൻ്റെ താഴെയും ഞാൻ എങ്ങനെയാണോ നെക്കിൽ പൈപ്പിംഗ് ചെയ്തെടുത്ത് അതേ സെയിം മെത്തേഡ് തന്നെയാണ് കയ്യിലും ഞാൻ അതുപോലെ ഒരു പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സ്ലീവും ഞാൻ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പുമായിട്ട് ഇതുപോലെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് പിടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഷേപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്തിനെ 4 ആക്കിയിട്ട് ഇതുപോലെ ഒരു ടോപ്പിനെ 4 ആക്കി മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരേപോലെ വരുന്ന രീതിയിൽ 4 ആക്കി മടക്കിയെടുത്തു. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ ടാപ്പ് വെച്ച ശേഷം താഴത്തോട്ട് 14 ഇഞ്ചും നമ്മുടെ ഷേപ്പ് ലെങ്ത്ത് 14 ഇഞ്ചും അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ലൈന് 18 ഇഞ്ചും മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് ടാപ്പ് വെച്ച ശേഷം ഇതുപോലെ 12 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് ഈ ഭാഗത്ത് നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ടാപ്പ് വെച്ച ശേഷം ഇവിടെ 12 ആണ്, അതിന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 11 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമ്മുടെ ഹിപ്പ് ലൈനിൻ്റെ അവിടെ ടാപ്പ് വെച്ച ശേഷം 1 ഇഞ്ച്, ഇപ്പോൾ നമുക്കിവിടെ എത്രയാണ്
12, 11, 12 കൂടെ നമ്മളിവിടെ എടുത്ത നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ അവിടെ എടുത്തതിൽ കൂടെ 1 ഇഞ്ചും കൂടി ചേർത്തിട്ട് 13 ഇഞ്ച് ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിന്റുകളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ പോയിൻ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഞാൻ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ താഴെ വരെയും ഇവിടുന്ന് ഇതേ ലെവലിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് താഴെ വരെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ സ്ലീവും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്ലീവിനെ ഇതുപോലെ 2ആയിട്ട് തന്നെ മടക്കി ഇതുപോലെ നിവർത്തിയിട്ടു. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ 6 ഇഞ്ച് ഇവിടെ നിന്നുകൊണ്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് വെച്ചാൽ ഈ ഒരു പോയിന്റിലേക്ക് സ്ട്രൈറ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലും വരച്ചെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ഞാൻ ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മുന്നേ തന്നെ നമ്മളൊരു കാര്യം കൂടി ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ താഴെ ഇതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു ലെവലിൽ വരക്കണം എന്നൊന്നുമില്ല, വരക്കണമെങ്കിൽ വരച്ചിട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് കണ്ടോ റൗണ്ട് ചെയ്ത് ഷേപ്പാക്കി വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഷേപ്പും പിടിച്ച് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ എന്തോ ഇരിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് മൊത്തം കഴിഞ്ഞു. അതുപോലെ ഇതിൻ്റെ താഴേക്ക് ഞാനൊന്ന് മടക്കി ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇതുപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മൾ ഇടുമ്പോൾ ഇതുപോലെ ഇരിക്കുക. ഇത് നല്ല തടിയുള്ള നമ്മൾ മെഷർമെൻ്റ് തന്നെ കേട്ടോ ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ഈ ഡമ്മിക്ക് ഇട്ടതുകൊണ്ട് ഇവളുടെ പേര് സുഷ്മില എന്നാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഇട്ട പേരാണ്. അപ്പോൾ സുഷ്മിലൊക്കെ ഇട്ടെടുത്തുകൊണ്ടാണ് ഇത്രയും മെലിഞ്ഞ് നല്ല ഷേപ്പായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടത്. കണ്ടോ നമ്മളിട്ടത് നടക്കുമ്പോൾ മാത്രം ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ ഇതുണ്ട് അതുപോലെ ഒരു ജസ്റ്റ് ഒരു ഓപ്പൺ പോലെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ബട്ടൺ ഈ പിങ്ക് കളർ സെയിം അതിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ ഷോ ബട്ടൺ ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വെറുതെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കേട്ടോ ഗ്ലൂ ഗണ്ണും കൊണ്ട് ഇതിന് മാച്ചാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? ഇപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഫുള്ളായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കൊക്കെ കണ്ടോ ബാക്ക് പ്ലെയിനാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലെ നല്ല ഫ്ലയറായിട്ട് അത്യാവശ്യം നല്ല ഫ്ലയറായി നിൽക്കണ ഒരു കുർത്തി തന്നെയാണ് കേട്ടോ. ഇതാ എങ്ങനെയാണ് നിൽക്കുക, നന്നായിട്ട് തന്നെ ഇത് വിരിഞ്ഞ് നിൽക്കണ ഒരു കുർത്തിയാണ്. നമ്മൾ ഈ ഡമ്മിക്ക് ഇട്ട് പിൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കാണ് എനിക്കിതുപോലെ പുതിയ വീഡിയോസ് ഇടാനുള്ള. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.